ക്ലെൻസ് ഓർഗാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ എസൻസ് ബേസിൽ ചെയ്യുന്ന ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സാൻഡലിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫ്രഷ് ജ്യൂസോ എക്സ്ട്രാറ്റോ ഒന്നും ചേർക്കണമെന്നില്ല, സാൻഡലിൻ്റെ പൗഡർ ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ചേർക്കുന്നത്. ഗ്ലിസറിൻ, ഒലീവ് ഓയിൽ, വിറ്റാമിൻ എയുടെ ക്യാപ്സ്യൂൾ മാത്രമാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് കാരണം കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് നമുക്കിനി അത് ബോയിൽ ചെയ്തെടുക്കാം, ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് ബേസ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് മെൽറ്റ് ആവുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെൽറ്റ് ചെയ്ത് നമ്മൾ മുകളിലേക്ക് മാറ്റുമ്പോൾ പെട്ടെന്ന് ഉറച്ചും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്ലിസറിൻ ഒരു 8-10 തുള്ളി മതി കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഒലീവ് ഓയിൽ ചേർക്കുന്നതും ഒരുപാട് ചേർക്കണ്ട, ഒരു 5-6 തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ വിറ്റാമിൻ്റെ ക്യാപ്സ്യൂൾ നമ്മൾ പിന്നെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ പുറത്ത് വെക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ക്യാപ്സ്യൂൾ എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ മറ്റേ ഡ്രോപ്സ് ആയിട്ടുള്ള വിറ്റാമിൻ്റെ ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു കുഞ്ഞൊരു ഡ്രോപ്പ് എടുക്കുക കേട്ടോ. എന്നിട്ട് തരാം. ഇനി നമുക്കത് സ്മെല്ലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾഡിലേക്ക് മാറ്റാം കേട്ടോ. സ്മെല്ല് അത്യാവശ്യം ഒരു ചെറിയൊരു ടീസ്പൂണിൻ്റെ ഹാഫൊക്കെ മതിയായിരിക്കും, ഹാഫും വേണ്ട, ഒരു 1/4 ഭാഗത്തോളം മതിയായിരിക്കും. ഇനി മോൾഡിലേക്ക് മാറ്റാം. ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നന്നായി ഉറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണിക്കൂറിന് ശേഷമാണ് ഞാൻ മോൾഡിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. മോൾഡിൽ നിന്ന് മാറ്റിയപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഈ പത കളയാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യാം കേട്ടോ. റബ്ബിങ് ആൽക്കഹോളൊക്കെ ഈ കെമിക്കൽ ഷോപ്പുകളിലും മറ്റേ ഓൺലൈനായിട്ടൊക്കെ കിട്ടുമായിരിക്കും. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് പത മാറ്റി കളഞ്ഞാലും മതി. ഇതേനെ ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു ഇതിലാണ് കിട്ടിയിരിക്കുന്നത്, നന്നായി ഉറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 75 ഗ്രാമിൻ്റെ സോപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഈ എസെൻസിൻ്റെ ബേസിൽ ചെയ്ത ബാക്കി കുറച്ച് സോപ്പുകളാണ് കേട്ടോ. ഇത് എസെൻസ് ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മുൾട്ടാനി മിട്ടിയുടെ ബേസ് ആണെങ്കിൽ മുൾട്ടാനി മിട്ടിയുടെ പൊടി നമ്മൾ സാധാരണ ഗ്ലിസറിൻ ബേസിൽ ചേർക്കുന്ന പോലെ ചേർക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 ഗ്രാമിൻ്റെ 100 ഗ്രാമിൽ 2 ഗ്രാമിൻ്റെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം ചേർത്താൽ മതി കേട്ടോ പൊടി. അതിൽ ഓൾറെഡി നമ്മളുടെ ആ ഒരു കണ്ടൻറ്റിലാണല്ലോ വരുന്നത്. ഇത് നമ്മളുടെ റോസ് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. മിൽക്കിൻ്റെ ബേസിൽ റോസിൻ്റെ കണ്ടൻറ്റായിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ റോസ് വാട്ടറും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ വരുന്നത് മറ്റേ എന്താണ് മിൻറ്റാണ് കേട്ടോ ഇത് വരുന്നത്. മിൻറ്റിൽ ഞാൻ ഒന്നും ചേർത്തിട്ടില്ല. ഇതുപോലെ തന്നെ ഗ്ലിസറിനും ഒലീവ് ഓയിലും വിറ്റാമിൻ്റെ ക്യാപ്സ്യൂളും സ്മെല്ലും മാത്രമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. സ്മെല്ല് നമ്മൾ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ചേർക്കാം. മിൻറ്റിൻ്റെ സ്മെല്ലാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇതിൽ ഞാൻ ലെമൺ ഗ്രാസിൻ്റെ സ്മെല്ലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് മുൾട്ടാനി മിട്ടിയുടെ ബേസാണ് കേട്ടോ. അതിലും നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു എമൗണ്ട് പൗഡറാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സാധാരണ ഗോഡ് മിൽക്കിൻ്റെ ബേസ് ആണെങ്കിലും ഗ്ലിസറിൻ ബേസ് പോലെയല്ലായിരുന്നു. ഇതൊരു വേറൊരു ടെക്സ്ചറായിരുന്നു കേട്ടോ. ഈ ബേസിന് പെട്ടെന്ന് മെൽറ്റായിട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ പെട്ടെന്ന് ഉറച്ചും പോകുന്നുണ്ടായിരുന്നു. നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു. ഇതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് നമ്മളുടെ കുറച്ചധികം സെയിലായി പോയി വരുന്നൊരു ബേസാണ് കേട്ടത്. അതുപോലെ തന്നെ കുറേ പേര് ഉപയോഗിച്ചവർ നല്ല റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. മറ്റേ ആദ്യം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പീസ് മാറ്റി വെച്ചായിരുന്നതാണ്. 1 മാസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പച്ചമഞ്ഞളിൻ്റെ നീര് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളത് ചെയ്തപ്പോൾ നമുക്കൊരു റെഡിഷ് കളറായിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ കളറെന്ന്. അപ്പോൾ ഇരിക്കും തോറും അതിൻ്റെ ഒരു കളർ ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റാപ്പ് ചെയ്തിട്ടും കൂടെ എടുക്കാം കേട്ടോ. ഈ റാപ്പ് ചെയ്യണത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ റാപ്പിംഗ് റോൾ കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ടും കിട്ടും, ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് റാപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും പിന്നെ അതിലൊന്നൊരു വാട്ടർ കണ്ടൻറ്റും കൂടെ പുറത്തേക്ക് വരും. അത് കാരണം കൊണ്ട് നമുക്കതൊന്ന് റാപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതുകൊണ്ട്. അപ്പം നിങ്ങൾക്ക് സോപ്പ് ബേസ് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലോ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്